ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു സിംഗിൾ വാട്സ്ആപ്പ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇവിടെ പറയാം. എല്ലാവരും ഒന്ന് കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും. 9446700800 9446 700 800 ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അല്ലെങ്കിൽ ആളുടെ തന്നെ മുഖം തിരിച്ചറിയാൻ പറ്റുന്നതായാൽ മതി. അത് അയച്ചു കൊടുത്താൽ ഈ വലിച്ചെറിഞ്ഞയാളെ കണ്ടെത്തി ഫൈൻ ഈടാക്കും. 10,000 രൂപ ഫൈൻ ഈടാക്കിയാൽ 2,500 രൂപ ഈ ഫോട്ടോ അയച്ചയാൾക്ക് കിട്ടും. ഇത് നടപ്പാക്കി തുടങ്ങി, വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു നല്ല അവസരമായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ്. ദിവസം 4 ആളെ പിടിച്ചാൽ 10,000 രൂപ വരുമാനമായി. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മിക്കവാറും മൊബൈൽ ഫോണിൽ ഇരുന്ന് ഇങ്ങനെ അത് തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനു പകരം ആ മൊബൈൽ ഫോണുമായിട്ട് ഇറങ്ങിയാൽ കുറച്ച് സമയം മെനക്കെട്ടാൽ നിങ്ങൾക്ക് 4 ആളെ കിട്ടും. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഉദ്ദേശം എന്താണ്? ഇങ്ങനെ വലിച്ചെറിയുന്നവർക്കെല്ലാം ഒരു തിരിച്ചറിവുണ്ടാവണം. തങ്ങളെ ആരോ പിന്തുടരുന്നുണ്ട്, ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ പിടിക്കപ്പെടും, ഒരു സാമൂഹിക നിരീക്ഷണം നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവണം. ഇങ്ങനെ സ്ഥിരമായി വലിച്ചെറിയുന്ന സ്ഥലത്തെല്ലാം ക്യാമറകൾ സ്ഥാപിക്കാൻ, CCTV ക്യാമറ സ്ഥാപിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറ വരുമ്പോഴോ പഴയ ആളുകൾ പറയും, മുകളിലിരുന്ന് ഒരാളെല്ലാം കാണുന്നുണ്ട്. മുകളിലിരുന്ന് കാണുന്ന ക്യാമറകൾ കേരളം മുഴുവൻ വരികയാണ്. ക്യാമറയിൽ പെട്ടാൽ ആളെ കണ്ടെത്തി ഫൈൻ ഈടാക്കും. വെള്ളത്തിൽ മാലിന്യം തള്ളുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ്, ജയിലിൽ പോകേണ്ടി വരും. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ചു നോക്കൂ. തിരുവനന്തപുരത്തൊക്കെ ചില മാന്യന്മാരെന്ന ആളുകൾ ധരിക്കുന്ന ആളുകൾ, ബാക്കി എല്ലാ നിലയിലും ഇവർ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആമയിഴഞ്ചാൻ തൊട്ടിലും മറ്റും മാലിന്യം വലിച്ചെറിഞ്ഞ് പിടിക്കപ്പെട്ട് ജാമ്യം എന്നാൽ ഇക്കാര്യത്തിൽ നമ്മുടെ പുരോഗതി അത്രത്തോളം അഭിമാനകരമല്ല എന്ന സ്വയം വിമർശനപരമായ തിരിച്ചറിവ്. കേരളത്തെക്കുറിച്ച് ഇറങ്ങിയ ശ്രദ്ധേയമായൊരു പുസ്തകം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കേരള ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ് എന്നാണ്. ഇന്ത്യയുടെ അത്ഭുത സംസ്ഥാനം എന്നാണ് ആസ്പദമാക്കിക്കൊണ്ട് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ വിശേഷണത്തിന് നിരക്കുന്നതല്ല ശുചിത്വത്തിന്റെ, പൊതു ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നേട്ടങ്ങൾ. ആ കുറവ് പരിഹരിക്കാൻ മാർച്ച് 30 വരെ നീളുന്ന ഈ ക്യാമ്പയിനിലൂടെ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതിന് കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം. അങ്ങനെ കേരള മാതൃകയുടെ ഒരു പുതിയ ഉദാഹരണം നമുക്ക് സൃഷ്ടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം.